ഈ പണം തട്ടിയതിന് പുറകിലെ ഒരു പണം ഇരട്ടിപ്പുണ്ടെന്ന് പറയുന്നു. അത് അങ്ങനെയാണോ കാര്യങ്ങൾ? പണം ഇരട്ടിക്കുന്നു എന്താണ് ഇതിൽ സംഭവിക്കുന്നതാണ് മനസ്സിലാവുന്നത്? അല്ല, അത് നമ്മൾ പ്രോപ്പറായിട്ട് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ ഒരു സുബിൻ എന്നയാളുടെ ഒരു കയ്യിലുള്ള ഒരു 81 ലക്ഷത്തിൻ്റെ പൈസ ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അതിനകത്തൊരു റോബറി കേസ് എടുത്തു. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഒരു 5 പ്രതികളുണ്ട്. കൂടാതെ ഒരു 2 വണ്ടികൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്, ഇവർ ഉപയോഗിച്ച വണ്ടികൾ. ബാക്കി കേസിൻ്റെ അന്വേഷണം തുടരുകയാണ്. നമുക്ക് ഇനി പൈസ റിക്കവറി ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവർ അവിടെ സ്ഥലത്തേക്ക് വന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് റിക്കവറി ചെയ്യാനുണ്ട്. സർ, മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്? അല്ല, ഇനി ആൾക്കാരെ പിടിക്കാനുണ്ട്. പൈസ തട്ടിയ ടീമുകളെല്ലാം നമ്മൾ കിട്ടിയോ? മുഖം മൂടിയിട്ട് അവിടെ വന്ന ആൾക്കാർ ഇനി പിടിക്കാനുണ്ട്. അല്ല, ഇപ്പോൾ കസ്റ്റഡിയില്ല. നമുക്ക് കസ്റ്റഡിയിലുള്ളത് മൊത്തം 5 പേരുണ്ട്. ഇവരെ കൊണ്ടുവന്ന ഒരു സജി എന്നയാൾ, മറ്റൊരു വിഷ്ണു എന്നയാൾ, അതോടുകൂടി ഇവരെ ബാക്കി കാര്യങ്ങളൊക്കെ സഹായിച്ച ഒരു 3 പേരുണ്ട്. സഹായിച്ച ആൾക്കാരാണ്. ആ കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതെ, റോളുള്ള ആൾക്കാരാണ്. അപ്പോൾ 2 പേരുടെ റോള് വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ പ്രതികളായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ബാക്കി 3 പേരായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ അവർ ആണ് ഈ വിഷ്ണു, മറ്റ് ഒരു ജോജി എന്നയാളെ ഈ സുബിൻ എന്നയാളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഇവര് ഈ സമയത്ത് ആ സ്ഥലത്ത് തന്നെ ഒരു ലൊക്കേറ്റർ ആണ്, അത് വേറെ എവിടെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിട്ടാണോ, എങ്ങനെയാണ്? കോൺസ്പിറസി ഭാഗം ഇനി വ്യക്തമായിട്ട് പുറത്തേക്ക് വരാനുണ്ട്. നമ്മൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾക്കാരെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിവരങ്ങൾ വരുന്നതോടുകൂടി പറയാം. പക്ഷേ ഡയറക്റ്റ് ക്രൈമിലുള്ള പേര് 2 പേര് പിടിയിലായിട്ടുണ്ട്. ബാക്കി 3 പേര് സഹായിച്ച പേര് നമ്മൾ കസ്റ്റഡിയിലുണ്ട്. അവരുടെ റോള് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും. ഈ സംഘത്തെ സംബന്ധിച്ച് എന്താണ് സർ മനസ്സിലാക്കാൻ പറ്റിയത്? ഒരു ക്രിമിനൽ പശ്ചാത്തലം, നേരത്തെ കേസുകളൊക്കെ ഉള്ള സംഘം ആണോ, എങ്ങനെയാണ്? അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇവർക്ക് പുറകിൽ പഴയ കേസുകൾ എന്തെല്ലാം ഉണ്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നുണ്ട്. പല ജില്ലകൾക്ക് സംബന്ധം ഉള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൻ്റെ ആൾക്കാരാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അതെ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഇനി നമ്മൾ ഒരു മുഖംമൂടി വന്ന 3 പേര് നമുക്കിനി പിടിക്കാനുണ്ട്. ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്നത് വെരിഫൈ ചെയ്യാനുണ്ട്. അത് അറിയില്ല. ഈ മറ്റു വന്ന ആൾക്കാർക്ക് ഈ സജി എന്നയാൾ അവർക്കറിയാം. അവരാണ് ഈ മറ്റുള്ളവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ മാത്രം പരിചയമുണ്ട് ഇപ്പോൾ അറിയാം. ബാക്കിയുള്ളവരായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ അല്ലോ അറിയില്ല. എന്തിനാണ് അവിടെ സൂക്ഷിച്ചത്? എന്തായിരുന്നു ആളുടെ ഉദ്ദേശം? കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ആണ് അവിടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്നത്. എന്തിനാണ് അവിടെ സൂക്ഷിച്ചത്? അപ്പൊ ഇവർക്ക് എങ്ങനെ അറിവുണ്ടായിരുന്നു? അതെ, അപ്പോൾ ആ കാര്യങ്ങൾ അയാൾ ഒരു സ്റ്റീൽ കട നടത്തുന്ന ആളാണ്. സോ അത് സോഴ്സ് ഓഫ് 80 lakhs എന്ന് പറയുന്നത് നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. സംശയമുണ്ടോ സാർ അതിലെന്തെങ്കിലും? അതിപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യുകയാണ്. എവിടെയാണ് സോഴ്സ്, ആ പൈസ അയാളെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നത് ഭാഗം നമ്മൾ വെരിഫൈ ചെയ്യും. എങ്ങനെയാണ് ഇവർക്ക് അറിയുന്നത് ഈ പറയുന്ന പണം അവിടെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ സജായി തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് ഇവരുമായിട്ട് ഏതെങ്കിലും ഡീൽ എന്തെങ്കിലും നടത്തിയതാണോ, എങ്ങനെയാണ് അറിയുന്നത്? അതറിയില്ല. ആ ഭാഗം പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സുബിൻ ഇവരുമായിട്ട് പണമിടപാട് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പണം സുബിന് ലഭിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വല്ലതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? പോലീസിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങളെല്ലാം പെട്ടിരുന്നു? അതെ, ഈ പൈസ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ സജി മറ്റുള്ളവരെ കൊണ്ടുവന്നത്, ഈ സുബിനായിട്ട് എന്താ കണക്ട് ചെയ്തത് എന്ന വിഷയങ്ങളിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാനുണ്ട്. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ACP എറണാകുളം നേതൃത്വത്തിൽ ആണ് ഇതിൻ്റെ സൂപ്പർവിഷനിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് പല സ്ഥലത്തേക്ക് അവർ പോയിട്ടുണ്ട്. ബാക്കി അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അല്ല, നമ്മൾ കസ്റ്റഡിയിലുണ്ട്. ഇനി ബാക്കി റെക്കോർഡ് ചെയ്യാനുള്ള സമയത്ത് ചെയ്യാം.
എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വന്നിട്ടുണ്ടോ? തോക്കുണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു എന്നൊക്കെ പറയും. വാളുണ്ടായിരുന്നു. അപ്പോൾ തോക്കിൻ്റെ കാര്യം നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത് എന്താണ് ആ തോക്ക് എന്നത്. വാളുണ്ടായിരുന്നു, അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇവരെ എവിടുന്ന് സാർ കസ്റ്റഡിയിൽ എടുത്ത് നിലവിലുള്ള ആളുകൾ ഔട്ട് ഓഫ് അല്ല, പല അടുത്താണ്. ഈ സജി എന്നയാൾ ഇവിടെ കൊച്ചിയിൽ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തതാണ്. മറ്റൊരു വിഷ്ണു എന്നയാളെ തൃശ്ശൂരിന് തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി 2 വണ്ടികൾ പുറത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടി തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മറ്റൊരു എണ്ണം പുറത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെയാണ് സർ? വണ്ടികൾ ഇത് ആരുടെയൊക്കെയാണ് ഇപ്പൊ അത് വെരിഫൈ ചെയ്യാനുണ്ട്. വണ്ടി ആരുടെയാണ്, ആരാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത് എന്ന ബാക്കി ആരുടെയെങ്കിലും ഒരു റോൾ ഉണ്ടോ എന്ന വിവരങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യും. സർ, മറ്റേ ഈ 3 ഈ തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ ആയുധങ്ങളുമായി വന്നവരെ ഇവിടുന്ന് പോയി എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതോ ഇവിടെ മറ്റ് ജില്ലകളിലേക്ക് അടക്കം അതോടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതകളുണ്ടോ? അറിയില്ല, അതിനെപ്പറ്റി നമുക്ക് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടോ? CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ പോയ കാർ പ്രതികൾ സഞ്ചരിച്ച് അതെ, പോയ കാറാണ് നമ്മൾ പിടിച്ചത്. ഇപ്പോൾ റിഡ്സ് കാറിലാണ് ഈ 3 പ്രതികൾ മുഖംമൂടി വന്നത്. ആ റിഡ്സ് കാർ പിടിച്ചിട്ടുണ്ട്. ബാക്കി 2 പേര് വന്നത് ഒരു സ്വിഫ്റ്റ് കാറിലാണ്. ആ സ്വിഫ്റ്റ് കാർ പിടിച്ചിട്ടുണ്ട്. വണ്ടി ഉപേക്ഷിച്ച് അവർ പോവായിരുന്നു. അപ്പോൾ ആ റിഡ്സ് വണ്ടി അവര് ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു. വണ്ടി ഉപേക്ഷിച്ചിട്ട് പോയി. പൈസ അവർ കൊണ്ടുപോയിട്ട് പൈസ കിട്ടിയിട്ടില്ല, പൈസ റിക്കവറി ചെയ്യാം.